എന്ത് വീണ ചേച്ചി റോഡിൽ നിൽക്കുന്ന എന്ത് കാര്യം എന്ത്? എടി നമ്മളെ വീട്ടിൽ ആരും ഇല്ലടി. അണ്ണനും പിള്ളേരും ഒക്കെ ഇനി വരുന്നത് വരെ വെറുതെ ഇരിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ വെറുതെ റോട്ടിലോട്ടൊക്കെ ഇറങ്ങി വന്നിരുന്നു. അതിന് ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ തിങ്കളാഴ്ച തൊട്ട് ഞായറാഴ്ച വരെ ആളും ബഹളവും തന്നെ. അതെന്ത് ഞാൻ അറിയാത്ത ഏതാളാണ് നിന്റെ വീട്ടിൽ? പിരിവാരെല്ലാം വരുന്ന ചേച്ചി, എന്തുമാത്രം പിരിവാരാണ് വരുന്നത്. മെത്തക്കാര് പാത്രക്കാര് എല്ലാരും വരെയല്ലേ. ഇതൊക്കെ നീ കൊടുക്കോ? എന്തൊരു വർത്തമാനോടെ ചേച്ചി നിങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ കൊടുക്കാതിരിക്കുന്നോണ്ടാണ് എനിക്ക് ഇതൊക്കെ കൊണ്ട് തരുന്നത്. ഞാൻ റൊട്ടേഷൻ അനുസരിച്ച് നിന്റെ പട്ടി ഉരയ്ക്കുന്നേട്ടാ. അവിടെ വീട്ടിലെ പട്ടി പാത്രക്കാരൻ മാമേ വരുന്നു. പോയി പൈസ കൊടുത്തിട്ട് വാ. 2 ആഴ്ചക്ക് മുമ്പേ കൊടുത്തില്ല, ഇനി അടുത്ത ആഴ്ച കൊടുത്ത 10 മാസത്തിൽ ഒരു ഞാൻ റൊട്ടേഷൻ അനുസരിച്ചാണ് കൊടുക്കുക. ഇന്ന് എന്റെ ഭഗവാനെ, ഞാൻ നമ്മളെ വീട്ടിൽ വയ്യാതെ തളർന്ന് പ്രഷർ കൂടിയ ഷുഗർ കുറഞ്ഞാ കിടക്കുമ്പം നിന്നാണ് ആരും ഇല്ല കൊണ്ട് എന്റെ മക്കളോ അണ്ണനോ അല്ല പിന്നെ വല്ലപ്പോഴും കൂടി നീ വരുന്നോണ്ട് നീ കൊണ്ടുപോകണം രാജി. നിനക്ക് അങ്ങനത്തെ അവസ്ഥ ഇല്ല. എനിക്ക് വല്ല ബിപിയോ പ്രഷറോ വല്ലതും കൂടിയ എന്നെ അപ്പോഴാ സ്പോട്ടിൽ കൊണ്ട് രക്ഷപ്പെടുത്തു. എത്ര പേരെ പ്രാർത്ഥന ഉണ്ടെന്നറിയാമോ? ഈ പിരിവാര് വരുമ്പോ ആള് വരെയല്ലേ, പിന്നെ പ്രാർത്ഥിക്കും രാജി രക്ഷപ്പെട്ടു വരാം. നിങ്ങൾക്ക് കൂടെ ഭർത്താവോ മക്കളോ എനിക്ക് അവരുടെ പ്രാർത്ഥന മതി, ഞാൻ രക്ഷപ്പെടുന്നു. പക്ഷെ എനിക്ക് വല്ലതും പറ്റിയ എന്റെ ഭർത്താവോ മക്കളോ കൊടുക്കത്തില്ല. അതാണ് പക്ഷെ അവിടെ അയൽക്കാര് കൊള്ളത്തില്ല. അയൽക്കാർക്ക് അവരാരും കൊള്ളത്തില്ല. അതെന്താ അവരെന്ത് കൊള്ളാത്തെന്ത്? ചേച്ചി ഒരു പിരിവാര് വന്ന് ചോദിക്കും രാജിയെ കണ്ടാന്ന് വല്ലതും ചോദിച്ചാൽ അവരപ്പോഴും പറയും ഇപ്പൊ അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പൊ എന്നെ രാജിയെ കണ്ടില്ലെന്ന്. അവര് സത്യമല്ലേ പറഞ്ഞത്? എന്നെ കണ്ടിട്ടല്ലേ പറഞ്ഞത്? ചേച്ചി അങ്ങനെയൊക്കെ പറയുന്നത് എന്തിന്? ഞാൻ അവരെ കണ്ടു പിരിവാര് വരുന്നോണ്ട് കാര്യം പുറത്തോട്ടോ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒന്ന് മാറി നിൽക്കുകയാണ്. ഇവരപ്പോഴത്തേക്ക് പറഞ്ഞു കൊടുക്കും രാജി. അവര് കൊള്ളത്തില്ലേ ചേച്ചി അയൽക്കാര്? ഓ കഷ്ടം തന്നെ ദൈവം.